ഇ ശ്രീധരനുമായി തർക്കത്തിനില്ലെന്ന് പറയുകയാണ് ദില്ലിയിലെ സംസ്ഥാന സർക്കാരിന്റെ ഉപദേഷ്ടാവായ കെ.വി. തോമസ്. ഇ ശ്രീധരന്റെ പ്രപ്പോസലാണ് മുഖ്യമന്ത്രി കേന്ദ്രത്തിന് കൈമാറിയതെന്ന് അദ്ദേഹം സമ്മതിക്കുന്നു. ഏത് പാത എന്ന കാര്യത്തിൽ കേന്ദ്ര ബജറ്റിന് ശേഷം തീരുമാനമാകുമെന്നാണ് കെ.വി. തോമസ് റിപ്പോർട്ടിനോട് പറഞ്ഞത്. സിൽവർ ലൈൻ, അതിവേഗ റെയിൽവേ, RRTS 3 പദ്ധതികളും തമ്മിൽ വ്യത്യാസമില്ല. മൂന്നിലേത് പദ്ധതി വന്നാലും കേരളം കൈനീട്ടി സ്വീകരിക്കുമെന്നും കെ.വി. തോമസ് പറഞ്ഞു. മെട്രോ ശ്രീധരൻ CM-ന് 2024 ഒക്ടോബറിൽ കണ്ടാണ് ഈ പ്രപ്പോസൽ കൊടുക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പോയി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകുന്നത്. പിന്നെ കെ എബ്രഹാമൊക്കെ പോകുന്നത്. അദ്ദേഹം തന്നെ പ്രപ്പോസൽ ഞാൻ നേരിട്ട് മന്ത്രി കാര്യാലയത്തിൽ മന്ത്രിയെ കണ്ടുകൊടുത്തു, അശ്വിനെ കണ്ടുകൊടുത്തു. പിന്നീട് CM വന്നപ്പോൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി തീരുമാനം എടുക്കേണ്ടത് അവരാണ്. തർക്കത്തിലൊന്നും നമ്മളില്ല. ഇപ്പം മിക്കവാറും ഈ 1-ാം തീയതി അറിയാൻ പറ്റും. ബഡ്ജറ്റ് സമ്മേളനത്തിൽ എന്താണ് ഗവൺമെൻറ്റിൻ്റെ ഓഫ് ഇന്ത്യയുടെ നിലപാടെന്ന് അറിയാൻ പറ്റും. വന്നാലും നമുക്ക് സന്തോഷമേ ഉള്ളൂ. കേരളത്തിന് വേണ്ടിയല്ലേ വരുന്നത്. അല്ല, ഞാൻ കൊടുത്തതല്ല. അത് അന്ന് CM കൂടി ഇരിക്കുന്ന മീറ്റിങ്ങിൽ കേന്ദ്രമന്ത്രി പറഞ്ഞതാണ്, അർബൻ ഡെവലപ്മെൻറ്റ് മിനിസ്റ്റർ പറഞ്ഞതാണ് ഇങ്ങനെ ഒരു സ്കീമുണ്ടെന്ന്. നമുക്ക് വിരോധമില്ല, നമ്മൾ തയ്യാറാണ്. TV പ്രസാദാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി. പ്രസാദ്, ഏത് പദ്ധതി വന്നാലും അത് കേരളത്തിന് ഗുണകരമാകണം, അക്കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ സിൽവർ ലൈൻ നമ്മുടെ മുൻപിൽ ഒരു ചോദ്യചിഹ്നമായി ഇപ്പോഴും ആ മഞ്ഞക്കുറ്റികൾ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വിവാദം ഉണ്ടാകുമ്പോൾ ഒരാശങ്കയും. ഇതിലൊരു രാഷ്ട്രീയ നേട്ടം എന്നതിനപ്പുറം വികസനം എന്ന് ചിന്തിച്ചുകൊണ്ടൊരു തീരുമാനത്തിലേക്ക് പോകേണ്ടതുണ്ട്. പക്ഷെ തുടക്കത്തിൽ തന്നെ കല്ലുകടി എന്ന മട്ടിൽ ഈ തർക്കമാണ്. ഇനിയിപ്പോൾ 1-ാം തീയതി കേന്ദ്ര ബജറ്റിൽ അറിയാമല്ലേ ഏത് പദ്ധതിക്കാണ് അംഗീകാരമെന്ന്? അതുതന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു കാര്യമാണ് ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നത്. അതായത് സിൽവർ ലൈൻ പാത ഇനി കേരളത്തിലില്ല. ഇക്കാര്യത്തിലാണ് സ്ഥിരീകരണം ഉണ്ടായത്. ഈ സ്ഥിരീകരണം RRTS-ന്റെ പ്രഖ്യാപനത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി ഇറക്കിയ വാർത്താക്കുറിപ്പിലും അതുപോലെ തന്നെ മന്ത്രിസഭാ തീരുമാനത്തിലും ഏറ്റവും ഒടുവിൽ ബജറ്റിലും ഉൾപ്പെടെ അത് വ്യക്തമാവുകയാണ്. ഇനി സിൽവർ ലൈൻ ഇല്ല, പകരം എന്ത് എന്ന ചോദ്യത്തിന് മുൻപാകെയാണ് അതിൽ കയറി ഗോളടിക്കുന്നതിന് വേണ്ടി ഇ ശ്രീധരൻ ശ്രമിച്ചത്. ഇ ശ്രീധരൻ വളരെ പെട്ടെന്ന് ഒരു അതിവേഗ റെയിൽപാത അങ്ങ് അനൗൺസ് ചെയ്യുകയാണ്. അത് കേന്ദ്ര റെയിൽവേ മന്ത്രിയോട് സംസാരിച്ചിരുന്നുവെന്നും എത്രയും പെട്ടെന്ന് അതിൽ തീരുമാനമാകും എന്നൊക്കെയാണെന്ന് ശ്രീധരൻ പറഞ്ഞത്. മാത്രമല്ല, അതിൽ മറ്റൊരു പ്രശ്നമുള്ളത്, തിരുവനന്തപുരത്ത് നരേന്ദ്രമോദി വന്ന സമയത്ത് ഈ അതിവേഗ റെയിൽപാതയുടെ ഉദ്ഘാടനം ഉണ്ടാകും എന്ന തരത്തിലെല്ലാം വാർത്തകൾ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ ശ്രീധരൻ പ്രഖ്യാപിച്ച പദ്ധതി, ആ പദ്ധതി നേരത്തെ നമ്മൾ കണ്ടതുപോലെ കെ.വി. തോമസും മുഖ്യമന്ത്രിയും എല്ലാവരും ചേർന്ന് നേരത്തെ തന്നെ സിൽവർ ലൈനിന്റെ പ്രശ്നം സംബന്ധിച്ചുള്ള വിഷയത്തിന്റെ പിന്നാലെ കേന്ദ്ര സർക്കാരിന്റെ മുന്നിലേക്ക് വെച്ചതാണ്. അങ്ങനെ ഒരു പദ്ധതിയാണ് വേറൊരു രീതിയിൽ ഇ ശ്രീധരൻ്റെതായ രീതിയിൽ അവതരിപ്പിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടായത്. എന്തായാലും സംസ്ഥാന സർക്കാർ ഇപ്പോൾ ചെയ്യുന്നത് തന്ത്രപരമായ ഒരു നിലപാടാണ്. കാരണം സിൽവർ ലൈൻ എന്തായാലും നടക്കില്ല എന്ന കാര്യം ഉറപ്പായി. ഇനിയിപ്പോൾ കേന്ദ്രം പറയുന്ന ഇ ശ്രീധരൻ പറഞ്ഞ അതിവേഗ റെയിൽപാതയായാലും അതുപോലെ തന്നെ സംസ്ഥാനത്തിന്റെ തീരുമാനത്തിന്റെ ഭാഗമായിട്ടുള്ള RRTS ആയാലും അതിലേതെങ്കിലും ഒന്ന് വന്നാൽ മതി എന്ന നിലപാട് തന്നെയാണ് സർക്കാർ സ്വീകരിക്കുന്നതിലൊരു പിടിവാശിക്കില്ല. സർക്കാരിനൊരു പാത വേണം, അതിൽ വേഗതയിൽ പോകാൻ കഴിയണം എന്ന ഒരൊറ്റ സ്റ്റാൻഡിലേക്ക് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ വ്യവസായ മന്ത്രിയും കെ.വി. തോമസും ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും എത്തുന്നു എന്നുള്ളതാണ്. മാത്രവുമല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇതിലേതെങ്കിലും ഒരു പാത പ്രഖ്യാപിക്കാനും അതിലെ അനുമതിയുടെ നടപടികളും തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഈ സർക്കാരിന് നേട്ടമുണ്ടാകും എന്നാണ് മുഖ്യമന്ത്രിയും LDF-ഉം CPIM-ഉം കരുതുന്നത്. വിനീത, ശരി, ഏതായാലും ഇ ശ്രീധരന്റെ പ്രപ്പോസൽ തന്നെയാണ് കേന്ദ്ര സർക്കാരിന് കൈമാറിയതെന്ന് സമ്മതിക്കുകയാണ് കെ.വി. തോമസും.